പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും. ഇപ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയം അസ്വസ്ഥമാകുന്നത് മനസ്സിലാക്കിയ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ശിഷ്യന്മാർക്ക് സ്ഥലമൊരുക്കുവാൻ പോവുകയാണെന്നും യേശു വീണ്ടും വന്ന് സ്വർഗത്തിലേക്ക് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് അവരെ കൊണ്ടുപോകുമെന്ന് ശിഷ്യന്മാരോട് യേശു പറയുകയാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന നാം ഓരോരുത്തരും ആത്മശോധന ചെയ്യേണ്ട സമയമാണിത്. സ്വർഗത്തിലെത്തി യേശുവിനോടൊത്ത് വസിക്കുവാനുള്ള യോഗ്യത ഈ ലോക ജീവിതത്തിൽ നാം നേടിയെടുത്തിട്ടുണ്ടോ? സ്വർഗത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ള ചിന്തയിലാണോ നാം അനുദിനവും ജീവിക്കുന്നത്? നമ്മുടെ ജീവിതത്തെ ആത്മശോധന ചെയ്ത് തെറ്റുകൾ തിരുത്തി വിശുദ്ധിയിൽ വരേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. നാം വിശുദ്ധിയിൽ വന്നില്ലെങ്കിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ നമുക്ക് സാധിക്കില്ല. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാനോ ദൈവസന്നിധിയിൽ ഇരിക്കുവാനോ സാധിക്കയില്ല. ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലും വശീകരണ ശക്തിയിലും വീഴാതെ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ നാം നമ്മോട് തന്നെ ഒരു കടുംപിടുത്തം നടത്തേണ്ടി വരും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ൽ സ്നാപയോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട്. നാം പലപ്പോഴും ഈ ലോക സുഖങ്ങളിലേക്കും സൗകര്യങ്ങളിലേക്കും ആർഭാട ജീവിതത്തിലേക്കും സമ്പത്തിലേക്കും ആണ് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പാടുകൾ സഹിക്കുവാനോ സഹനം സ്വീകരിക്കുവാനോ ക്ഷമിക്കുവാനോ നാം തയ്യാറാകുന്നില്ല. എളുപ്പവഴിയിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള പരിശ്രമത്തിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 19-ൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ് എന്ന്. ഈ ലോക ജീവിതത്തിന് മാത്രം ശ്രദ്ധ ചെലുത്തി ജീവിക്കുന്നവർ നിർഭാഗ്യരാണെന്ന് നമ്മെ വീണ്ടും വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. എന്നാൽ അതിന് നമ്മെ തന്നെ ഒരു ബലപ്പെടുത്തത്തിലൂടെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ വീഴാതെ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകാതെ നമ്മെ തന്നെ നിയന്ത്രിച്ച് അനുദിനം ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുവാനാണ് യേശു പറയുന്നത്. ലോകത്തിൻ്റെ വഴി വിശാലമാണ്, അതിലൂടെ നടക്കുന്നവർ ധാരാളമാണ്, എന്നാൽ അവരെത്തിച്ചേരുന്നത് നാശത്തിലേക്കാണ്. നാം അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം നമുക്ക് നിർദ്ദേശങ്ങളും എപ്രകാരം ജീവിക്കണമെന്നുള്ള ആഹ്വാനവും നമുക്ക് നൽകിയിട്ടുണ്ട്. അത് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ബലപ്രയോഗത്തിലൂടെ തന്നെ നമുക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് പരിശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.